മനുഷ്യൻ ചിലപ്പോൾ മാപ്പ് ചെയ്തില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഒരിക്കലും അള്ളാഹു അങ്ങനെ ചെയ്യില്ല. അവൻ മാപ്പ് ചെയ്യുന്നവനാണ്, ഏറെ കരുണയുള്ളവനാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗം ഒരിക്കലും നമുക്ക് നേടാൻ കഴിയാത്ത ഒരു കാര്യമല്ല, നേടാൻ കഴിയുന്ന കാര്യമാണ്. ചില കുട്ടികൾക്ക് കണക്കറിയില്ല, എന്താണ് കണക്ക് തലേ കയറൂല, അവനെ മാത്സിന് ഇരുത്തിയിട്ട് കാര്യമില്ല, എന്താണെങ്കിൽ കണക്ക് തലേ കയറൂല. ഗുണിക്കലും അരിക്കലും കൂട്ടലും കിഴിക്കലും ഒക്കെ ഒരു വകയിൽ അവനോട് ഒപ്പിച്ചേക്കാം, അതിനപ്പുറത്തേക്ക് കണക്കറിയില്ല. SSLC-യിലെ കണക്കോ +1 +2-ലെ കണക്കോ എന്നും അവന് പഠിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, അവർക്ക് മാത്സ് പഠിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് ഡ്രോയിങ് അറിയില്ല, അങ്ങനെ ഉണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ചിത്രകല അവർക്ക് അറിയൂല, അങ്ങനത്തെ ഒരു വാസന അവർക്കില്ല, അങ്ങനെയുണ്ടോ? ഇങ്ങനത്തെ ആളുകളെ മാത്സ് നിർബന്ധിക്കുന്നവനല്ല അല്ലാഹു. ഏതൊരാൾക്കും ഒരു പ്രയാസവും ഇല്ലാതെ ചെയ്യാവുന്നതും വിശ്വസിക്കാവുന്നതുമായ കാര്യങ്ങൾ മാത്രമേ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളൂ. പ്രകൃതിയിൽ തന്നെ മാത്സ് തലേ കയറാത്തൊരു കുട്ടിയെ മാത്സ് ഏൽപ്പിച്ച് അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഏതൊരു പ്രകൃതിയോടും യോജിക്കുന്നതല്ലാത്ത ഒരു കൽപ്പന ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. അപ്പോൾ ഏതൊരാൾക്കും എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗ്ഗം, ഒരു പ്രയാസമില്ല. പക്ഷെ എന്തു വേണം? അതിനനുസരിച്ച് അവന്റെ മനസ്സിനെ അവൻ പാകപ്പെടുത്തി കൊണ്ടുവരണം. അതിനനുസരിച്ച് അവന്റെ ചിന്തയെ അവൻ നേരാക്കി കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ അവൻ അതൊരു പ്രയാസം ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കിയിരിക്കണേ, ശ്രദ്ധിക്കണേ, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് ഞാൻ ഒന്നാമതായി നിങ്ങളോട് പറയാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അതിന് ഉത്തരവാദി അയാൾ തന്നെയല്ലേ? അതിരാവിലെ കുളിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകൂ എന്ന് പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് നിയമം വെച്ചു എന്ന് സങ്കല്പിക്കൂ. അങ്ങനെ നിയമം വെച്ചു എന്ന് സങ്കല്പിക്കൂ. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാന്റെ കൽപ്പനകളെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഏത് കൽപ്പനയും ഇത്രയുള്ളൂ. അതിരാവിലെ കുളിച്ചു വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ സ്കൂളിൽ നിന്ന്, ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരൂ, ഒപ്പിട്ട് തരൂ എന്ന് നിയമം വെച്ചും സങ്കല്പിക്കൂ. ഈ നിയമത്തിൽ രണ്ട് കാര്യങ്ങൾ അന്തർലീനമാണ്. ഒന്ന്, അതിരാവിലെ കുളിക്കുന്നത് കൊണ്ട് നേട്ടം നിങ്ങൾക്ക് തന്നെയാണ്. രണ്ട്, അത് പ്രയാസരഹിതമാണ്. ഇനി അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്ത്? അതിശൈത്യമായ സമയമാണെങ്കിലോ അതിന് കോളേജിൽ ഹീറ്റർ ഉണ്ട്, വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങൾ, ചൂടാക്കി തരാനുള്ള സൗകര്യങ്ങൾ, അതിനൊന്നും കോളേജ് കമ്മിറ്റിക്ക് ഒരു പ്രശ്നവും ഇല്ലതാനും. കോളേജിൽ അതിശൈത്യമുള്ള സമയമാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാൻ യഥേഷ്ടം ചൂടുവെള്ളം അടുത്ത പൈപ്പിൽ കിട്ടും, അതും പ്രശ്നമില്ല. തണുപ്പ് കാലത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മനസ്സിലായോ പറഞ്ഞത്? അത്രേ. ഇനി ഒരാൾക്ക് ഒരു രോഗം വന്ന് കുളിക്കാൻ കഴിയില്ലെങ്കിലോ ഇത് ബോധിപ്പിച്ചാൽ മതി. അതിനൊരു വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് സാരല്ല, അഫ്വാണ്. മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടോ അതവർ ചെയ്തു തരും. ഫ്രഷ്നസ് കിട്ടാന് വേറെന്താ പരിഹാരം, അതും ചെയ്തു തരും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരാൾ കുളിച്ചില്ലെങ്കിൽ നേട്ടം അവർക്ക് പ്രയാസരഹിതം,
തണുപ്പുണ്ടെങ്കിൽ ചൂടാക്കി വെള്ളം കൊടുക്കും. അതിലും നേട്ടവും സന്തോഷവും അവർക്ക്, ആനന്ദം അവർക്ക്. നിങ്ങൾ ശൈത്യകാലത്ത് -10 ഡിഗ്രിയിലൊക്കെ തണുപ്പുള്ള ഒരു സമയത്ത് നിങ്ങൾ കുളിച്ചതുകൊണ്ട് പ്രിൻസിപ്പൾക്ക് എന്ത് നേട്ടാണ്? നിങ്ങൾ കുളിച്ച നേട്ടം നിങ്ങൾക്ക്, നല്ല ചൂടുവെള്ളത്ത് കുളിച്ച നേട്ടം നിങ്ങൾക്ക്. മനസ്സിലായില്ലേ? -10 ഡിഗ്രിയിലൊക്കെ തണുപ്പുള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം തന്നിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുമ്പോൾ പ്രിൻസിപ്പൾക്ക് എന്താ നേട്ടം? അതും ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരാൾ കുളിക്കൂല എന്ന് വാശി പിടിച്ചാൽ അയാൾക്ക് ഇവിടുന്ന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കൂല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും നീതികേടുണ്ടോ? അത്രയല്ലുള്ളൂ. എന്ത് ചെയ്താലും കൽപ്പനകൾ ഇതേ കൽപ്പിക്കുള്ളൂ, അത്ര കൽപ്പനയുള്ളൂ. നിങ്ങൾ മരുഭൂമിയിൽ പോയി ഒട്ടകപ്പാല് കറന്നു വരണം എല്ലാ രാവിലെയും, എന്നാലേ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. അങ്ങനെയില്ല. 1000 കുടം വെള്ളം മുക്കിയിട്ട് ക്യാൻറ്റീനിൽ എത്തിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടെ ക്ലാസ്സിൽ ഇരുത്തൂ. അങ്ങനെയില്ല, ഒന്നുമില്ല. ഒരു പ്രയാസരഹിതമായ കാര്യമല്ലാതെ കൽപ്പനയില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ, ഈ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കണം. വാത്സല്യനിധിയായ രക്ഷിതാവാണ്. വാത്സല്യനിധിയായ രക്ഷിതാവിന്റെ കൽപ്പനകളെ നമ്മുടെ ഉപകാരങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കിയത്. അതിന് തീർച്ചയായും അങ്ങനെയാണ് താനും. അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാൻ ഉമ്മ കുഞ്ഞിനോട് നിർബന്ധിക്കുമ്പോൾ ആ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണ്? ഇതാണ് യുക്തിവാദിയുടെ കണ്ടെത്തൽ. കുറെ നിയമങ്ങൾ. എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കാൻ ഉമ്മ നിർബന്ധിക്കുന്നത്? കുഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മക്ക് എന്ത് കാര്യം? തികച്ചും വാത്സല്യമല്ലാതെ ആ കൽപ്പനയുടെ പിന്നിലില്ല. നേട്ടവും ആർക്ക് തന്നെ? കുഞ്ഞിനെ. അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാത്ത ഒരു കുഞ്ഞിനെ ഉമ്മ താൽക്കാലികമായി ചെറുതായി ഒന്ന് ശിക്ഷിച്ചു എന്ന് സങ്കല്പിക്കൂ. അതിലെന്താണ് തെറ്റ്? മനസ്സിലായോ പറഞ്ഞത്? അപ്പോഴെല്ലാം ഒരു ഓപ്ഷൻ ഇപ്പുറത്തുണ്ട്, മാപ്പ് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വർഗം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാത്സല്യനിധിയായ റബ്ബിന്റെ സമ്മാനമാണത് എന്നാണ്. അവനേറെ വാത്സല്യനിധിയാണ്. നിങ്ങൾ ഫാത്തിഹയിൽ പോലും കണ്ടില്ലേ? അതല്ലേ ഉമ്മുൽ ഖുർആൻ. അവന്റെ ഏറ്റവും വലിയ നാമമായ അല്ലാഹ് എന്ന ആ പരിശുദ്ധ ഇസ്മിനെ ഫാത്തിഹയിൽ 2 തവണ പറയുന്ന നേരത്ത് കരുണ എന്ന വാക്കിനെ അവൻ 4 തവണയാണ് പറഞ്ഞത്. ബിസ്മിൽ 2 തവണയും അൽഹംദുലില്ലാഹ്ക്ക് ശേഷം 2 തവണയും. ഇനി അതിനേക്കാൾ രസകരവും അത്ഭുതകരവുമായ ഒരു കാര്യം, ആദ്യത്തെ അല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ 2 തവണ കരുണ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ റബ്ബ് രക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. ഇത്രയേറെ വാത്സല്യനിധിയായ ഒരു റബ്ബിൽ നിന്ന് മനുഷ്യൻ അകന്നത് എന്തിന്? മനുഷ്യന്റെ ഭീമമായ വിഡിത്തം. യുക്തിവാദിയ അഹങ്കാരമല്ലാതെ ഒന്നും ഭരിച്ചിട്ടില്ല. തികച്ചും അഹങ്കാരമാണ് യുക്തിവാദിക്കുണ്ടായത്. യുക്തിവാദിയെ ഭരിച്ചത് തികച്ചും അഹങ്കാരാണ്. അഹങ്കാരം. അവനെ റബ്ബെന്നല്ലാതെ പരിചയപ്പെടുത്തിയിട്ടില്ല. അവസാനം പരിചയപ്പെടുത്തിയതും റബ്ബെന്നാണ്. അവസാനത്തെ അധ്യായം നാസാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവിടെ അതാ പറഞ്ഞത് റബ്ബ്. അതിന് മുകളിലും അതാ പറഞ്ഞത് ഖുൽ അഊദു ബിറബ്ബ്.
ഇത്രയേറെ രക്ഷിക്കും എന്ന് പറഞ്ഞ രക്ഷിക്കുന്നവനുമാണ്. നാം നമുക്ക് വേണ്ടി നമ്മുടേതായി ഒന്നും ചെയ്തിട്ടില്ല. തന്റെ അല്പബുദ്ധി കൊണ്ട്, യുക്തിവാദി അഹങ്കാരം കൊണ്ട്, അഹങ്കാര ബുദ്ധി കൊണ്ട് തന്റെ രക്ഷിതാവിനെ നിഷേധിക്കുമ്പോൾ, ആ ബുദ്ധിക്ക് വേണ്ടി, ഈ നിഷേധിയായ അഹങ്കാരത്തിന്റെ ബുദ്ധി കൊണ്ട് തന്റെ രക്ഷിതാവിനെ നിഷേധിക്കുമ്പോൾ, ആ ബുദ്ധിക്ക് വേണ്ടി തന്റെ മസ്തിഷ്കത്തിൽ എത്ര ലക്ഷം സൗകര്യങ്ങളാണ്, എത്ര ലക്ഷം ബുദ്ധിയെ ഉണർത്തുന്ന സെല്ലുകളാണ് തന്റെ രക്ഷിതാവ് തന്റെ മസ്തിഷ്കത്തിൽ മാത്രം നിക്ഷേപിച്ചത് എന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെയുള്ള വത്സല്യനിധിയായ റബ്ബാണ് ആര്? അല്ലാഹു. അവന്റെ സമ്മാനമാണ് സ്വർഗം. മനസ്സിലായില്ലേ കുട്ടികൾ? മനസ്സിലായില്ലേ? അത് ചിന്തിക്കണം. അപ്പോൾ ഒരിക്കലും നമുക്ക് കഴിയാത്തൊരു കാര്യം നമ്മളോട് കൽപ്പിക്കില്ല. വളരെ എളുപ്പവും വളരെ ക്ഷണികവുമായി നേടാവുന്നതേ ഉള്ളൂ. ബുദ്ധിപ്രയാസം ഉണ്ടാവില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആഹാ. അസാധ്യമായ ഒരു കാര്യം അല്ലാഹു നിർബന്ധിക്കുകയില്ല. ഒരു കാര്യം നിർബന്ധിക്കില്ല. ഒരാൾക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കാം. ഇരിക്കാൻ കഴിയില്ലെങ്കിലോ കിടക്കാം. അവയവങ്ങൾ കൊണ്ട് ആംഗ്യം കാണിക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സിൽ ആംഗ്യം ഉണ്ടായാൽ മതി. ഇത്രയേറെ വത്സല്യനിധിയായ അവനാണ് രക്ഷിതാവ്. അവന്റെ സമ്മാനമാണ് സ്വർഗം. ഒരിക്കലും നമ്മൾ പ്രയാസപ്പെട്ടു. മനസ്സിലായോ? പിന്നെ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ നേട്ടവും. നോമ്പ് കാലം, നോമ്പിന് നേട്ടം അനുഭവിക്കുന്നത് ആരാ? വ്യക്തി. തൃശ്ശൂരിലെ പ്രതാപൻ എന്ന MP 30 വർഷമായി നോമ്പ് അനുഷ്ഠിക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പലരും അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ മുസ്ലിങ്ങളല്ലോ, പിന്നെ എന്തിനാ നോമ്പ് അനുഷ്ഠിക്കുന്നത്? ഒരു വർഷത്തെ 11 മാസത്തെ ജീവിതത്തിലെ സ്ട്രെസ്, പല ജാതി പ്രയാസങ്ങൾ, ഒരു സാമൂഹിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആകുമ്പോൾ ഉണ്ടാകുന്ന പല ജാതി മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഞാൻ പരിഹരിക്കുന്നത് ഈ ഒരു കാലം കൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ മറുപടി. 30 വർഷം നോമ്പ്, 30 വർഷം നോമ്പ് രക്ഷിക്കും. 30 കൊല്ലാണ് നമ്മളാകുന്ന മുതൽ 30 വരെ. അപ്പോൾ നമ്മളോട് ഏതൊരു കാര്യം, നോമ്പ് ഒരു എക്സാമ്പിൾ. മനസ്സിലായോ? ഇങ്ങനെ എന്തും സക്കാത്ത് സാമൂഹിക നിലനിൽപ്പാണ്. ഹജ്ജ് താൻ ഒരു വിശ്വപൗരനാണ് എന്ന ബോധമുണർത്തുകയാണ്. ഒരുപാട് മഹാനേട്ടങ്ങൾക്ക് പുറമെ നിസ്കാരം തന്റെ മനസ്സിന്റെ പ്രയാസം ഓരോ സന്ദർഭത്തിലും ഇറക്കി വെക്കണം. ഇങ്ങനെ ഇതൊരു പ്രയാസമില്ലാത്ത കാര്യം. അപ്പോൾ വാത്സല്യനിധിയായ റബ്ബിന്റെ സമ്മാനമാണ് സ്വർഗം. നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് നഷ്ടം. പലതവണ പറഞ്ഞ് സൗകര്യം ചെയ്തു കൊടുത്ത് ഭക്ഷണം വേണ്ടെന്ന് ഞാൻ മുട്ട പൊരിച്ചു തരാൻ മോനെ, മുട്ടയും ഞാൻ എനിക്ക് മുട്ടായി വാങ്ങാൻ പൈസ തരാൻ മോനെ കേട്ടോ. അങ്ങനെ അവസാനം പിന്നെ അമ്മ പറയും ഒരു വാക്കുണ്ട്, കണ്ടിട്ടുണ്ട് ഇത്രയേറെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ വേണ്ട, ഞാൻ പട്ടിണി നടന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുന്നതിൽ എന്റെ തെറ്റെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ഗുണമല്ലാത്ത ഒരു കാര്യം കൽപ്പിക്കില്ല. ഇതാണ് നമ്മൾ അള്ളാഹുവിന്റെ സമ്മാനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും നമ്മളെ എതിർദിശ വഞ്ചിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്കൊരു ആയത്ത് ഓതിത്തരാം.
അത് നിങ്ങൾക്ക് വളരെ ചിന്തോദ്ദീപകമായ ഒരു വചനം ഞാൻ നിങ്ങൾക്ക് തരാം. സൂറത്തുൽ ലുഖ്മാനിൽ നിന്ന്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. എൻ്റെ കൂടെ ഒന്നോട്. ഏതാ സൂറത്ത്? ലുഖ്മാൻ അലൈഹിസ്സലാം 33-ാമത്തെ വചനം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. يا أيها الناس هو മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, മനുഷ്യരെ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനകളെയും ശാസനകളെയും സൂക്ഷിച്ച് ജീവിക്കണം. അവൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ലാതെ അങ്ങനെ കൽപ്പിച്ചിട്ടും ശാസിച്ചിട്ടുമില്ല. മദ്യപിക്കരുത് എന്ന് പറഞ്ഞത് എന്തിനാണ്? നിനക്ക് വളരെ മാന്യമായ ഒരു ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയെ തകർക്കാനേ മദ്യം ഉപകരിക്കുകയുള്ളൂ. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മനുഷ്യന്റെ അഡ്രസ് ഭൂമി നഷ്ടപ്പെട്ടു പോകും. അത് ഏറ്റവും വലിയ തിന്മയാണ്. മനുഷ്യന്റെ കുടുംബ വാഴ്ചയെ തകർത്ത് കളയും. അത് വ്യഭിചാരമുള്ള ജനതയിൽ ഒരിക്കലും കുടുംബ വ്യവസ്ഥ ഉണ്ടാവില്ല. എന്തിന്? ഏത് കുഞ്ഞ് ആരുടേത് അതിന് കണക്കൊന്നുമില്ല. ആര് സംരക്ഷിക്കും ഒരു കൃത്യതയില്ല. ചിന്തിക്കണം. ഉത്കൃഷ്ടനായ ഒരു മനുഷ്യ കുഞ്ഞിനെ പോറ്റാൻ ഉത്തരവാദിയില്ലാതെയാവും. മാത്രമല്ല അത് കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയെ തകർത്ത് കളയും. മനുഷ്യ സമൂഹത്തിന്റെ നന്മ നിലനിൽക്കുന്നത് കുടുംബകത്തിലാണ്. അല്ലാതെ എന്തിനാണ് ഈ ശാസനകളൊക്കെ ഉണ്ടാക്കിയത്? അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ മുസ്ലിങ്ങളെ, ഓ ഹിന്ദു ജനങ്ങളെ, ഓ ക്രിസ്ത്യാനികളെ, ഓ മതം അംഗീകരിക്കുന്നവരെ, അംഗീകരിക്കാത്തവരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ വസിക്കുന്ന ഭൂമി നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. മണ്ണും പിണ്ണും നിങ്ങളുടേതല്ല. ഒന്നും നിങ്ങളുടേതല്ല. അപ്പോൾ പിന്നെ ഒരാൾ അത് സംവിധാനിച്ചതാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവീൻ. എനിക്കൊരു രക്ഷിതാവില്ല എന്ന് നിങ്ങളുടെ ബുദ്ധിക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ ഏത് വലിയ ബുദ്ധിമാനാണെങ്കിലും അതല്പബുദ്ധി പോലും അംഗീകരിക്കേണ്ടി വരും. എനിക്ക് രക്ഷിതാവുണ്ട്, കാരണം ഞാൻ എന്നെ സംവിധാനിച്ചിട്ടില്ല, എന്റെ മാതാവ് എന്നെ സംവിധാനിച്ചിട്ടില്ല, എന്റെ പിതാവ് എന്നെ സംവിധാനിച്ചിട്ടില്ല. അവർക്കൊന്നും അതിന് കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? പ്രകൃതിയിൽ കൊണ്ടൊന്നും കഴിയില്ല. പിന്നെ എങ്ങനെ?
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനകളെയും ശാസനകളെയും സൂക്ഷിച്ചു ജീവിക്കണം. ഇനിയാണ് അടുത്ത വരി, ശ്രദ്ധിക്കണേ. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുവീൻ. ഒരു പിതാവിന് കുഞ്ഞിന് ഉപകാരം ചെയ്തു കൊടുക്കാൻ അന്ന് കഴിയില്ല. ഒരു പിതാവിന് ആ ദിവസം തന്റെ പുത്രന് ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഒരു പുത്രനോ പുത്രിക്കോ മാതാപിതാക്കൾക്ക് ഉപകാരം തിരിച്ചു ചെയ്യാനും അന്ന് കഴിയില്ല. അത് ജഡ്ജ്മെന്റിന്റെ ദിവസമാണ്. എന്റെ മകന് പകരം ഞാൻ ജയിലിൽ കിടക്കാം എന്ന് പറഞ്ഞാൽ അത് നീതിയല്ല. അങ്ങനെ പറയാനും പറ്റില്ല. ഭൗതിക കോടതി പോലും അത് അംഗീകരിക്കൂല. എന്റെ മകന് പകരം അവൻ പുറത്തു നടക്കട്ടെ. മനസ്സിലായ പറഞ്ഞാൽ ഒന്നും കഴിയില്ല. ഒരു പിതാവിന് പുത്രനോ പുത്രിക്കോ ഉപകാരം ചെയ്തു കൊടുക്കാൻ അന്ന് കഴിയില്ല. ഒരു പുത്രനോ പുത്രിക്കോ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനും അന്ന് കഴിയില്ല. അത് ജഡ്ജ്മെന്റിന്റെ ദിവസമാണ്. ജഡ്ജ്മെന്റ് അനിവാര്യമാണ്. എന്ത് ജഡ്ജ്മെന്റ് വേണ്ടേ? വേണമല്ലോ. ഇപ്പോൾ കൊറോണയെ പറ്റി വലിയ തർക്കം നടക്കുന്നുണ്ട് ബുദ്ധിമാന്മാരുടെ ലോകത്ത്. വലിയ വലിയ ശാസ്ത്രചിന്തകന്മാരുടെയും വലിയ വലിയ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്നവരുടെ ലോകത്ത് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണിത്? ഇതിന്റെ പിന്നിൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണിത്. വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും, വൈറസ് ആണെന്നൊരു കൂട്ടർ, അല്ല ബാക്ടീരിയ ആണെന്ന് വേറൊരു കൂട്ടർ. അങ്ങനെ ഇപ്പൊ പുതിയ തർക്കം വന്നിട്ടുണ്ട്. ആദ്യം ഇത് വൈറസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയ തർക്കം വന്നിട്ടുണ്ട്. വൈറസ് അല്ല, ബാക്ടീരിയ ആണ്. ഒന്ന്. രണ്ട്, ഇതിന്റെ പിന്നിൽ മനുഷ്യന്റെ കച്ചവടമാണ്. ഒരു അന്താരാഷ്ട്ര ലോബി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ ഇനി ചിന്തിക്ക്, എങ്കിൽ അത് ശരി തെറ്റ് എന്ന് വാദിക്കാൻ ഞാൻ ആളല്ല. അത് നമ്മളെപ്പോഴത്തെ ആളുകൾക്കറിയില്ല. ഇതേ തർക്കം വാക്സിനേഷന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. വാക്സിനേഷൻ ശരിയാണ്, അല്ല വേറൊരു വിഭാഗം അത് അന്താരാഷ്ട്ര ചതിയാണ്. അതും നമുക്കറിയില്ല. നമുക്ക് വിധേയരാകാനേ അറിയൂ. ശരി, ഇതിലൊരു ചതി ഉണ്ടെങ്കിൽ ഭൂവാസികളായ 750 കോടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതോ ചില താല്പര്യക്കാരുണ്ടാകുമല്ലോ. അവരെ ജഡ്ജ്മെന്റ് നടത്താൻ ആർക്ക് കഴിയും? വേണോ വേണ്ടേ? മനസ്സിലായില്ല. 2 വർഷത്തോളമായി ഏകദേശം അല്ലേ പറ. 2019 COVID-19, 21 നീ 22 അറിയൂല, 23 24 അറിയൂല. നമ്മുടെ തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ ഇത്രയേറെ മാനവരാശിയെ കഷ്ടപ്പെടുത്തിയ ഒരു സംഗതി വേറെയില്ല. കോടാനക്കോടി കുടുംബങ്ങൾ പട്ടിണിയിലായി, കമ്പനികൾ പൂട്ടിപ്പോയി, തൊഴിലുകൾ നഷ്ടപ്പെട്ടു, സാമ്പത്തിക രംഗം അട്ടിമറിഞ്ഞു. ഇതിന്റെ പിന്നിൽ ചില കുബുദ്ധികളായ താല്പര്യക്കാരാണെന്ന് സങ്കല്പിക്കൂ, ചിലരെങ്കിലും വാദിക്കുന്നത് പോലെ. അതല്ല എന്ന് പറയാനും ന്യായമില്ല. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. നമ്മളത് 2 ചേരിയിലല്ല, നമുക്കറിയൂല. വാക്സിനേഷൻ ശരിയോ തെറ്റോ അറിയൂല. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. നമ്മൾ വിധേയരാണ്. സർക്കാർ പറഞ്ഞാൽ അത് ചെയ്യും. എന്തുകൊണ്ട്? സർക്കാരിന് വഴിപ്പെടൽ ഏതൊരു പൗരന്റെയും നിർബന്ധ ബാധ്യതയാണ്. അതിന്റെ പേരിൽ നമ്മൾ കുഴപ്പമുണ്ടാക്കൂല. എന്തുകൊണ്ട്? അതിന്റെ ശരി തെറ്റുകളെ നമുക്കറിയൂല. എന്നാൽ ഇതൊക്കെ തെറ്റാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ 750 കോടി ജനങ്ങളെ കൊല ചെയ്തിട്ടുള്ള ഈ കാര്യം, 750 കോടി ജനങ്ങളെ ഇത്രയേറെ കെടുത്തിയ ഒരു കാര്യം, ഭൂവാസ ജീവിതം താറുമാറാക്കിയ ഈ നീണ്ട 2-3 വർഷങ്ങൾ ഇനി എത്രയാണ് അറിയുകയുമില്ല. അവരൊക്കെ സന്തോഷിച്ച് അങ്ങനെ കഴിഞ്ഞു. അവരാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലൊരു ജഡ്ജ്മെന്റ് വേണ്ടേ? ലക്ഷക്കണക്കായ
സാധു ജനങ്ങളെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്ന അഡോൾഫ് ഹിറ്റ്ലറെ ഒരു നിയമം നടപ്പിലാക്കാൻ പോലും ഭൂമിയിലെ ഒരു കോടതിക്കും കിട്ടിയില്ല. ജഡ്ജ്മെന്റ് വേണ്ടേ? അപ്പോൾ ജഡ്ജ്മെന്റിന്റെ ദിവസം അനിവാര്യമാണ്. ജഡ്ജ്മെന്റിന്റെ ദിവസം ഉണ്ടായേ മതിയാകൂ. തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിന്റെ ദിവസം. ഇനി ഒരാൾ നിരീശ്വരവാദി, ഒരാൾ മതവിശ്വാസി ശക്തൻ, നിരീശ്വരവാദി ദുർബലൻ, അങ്ങനെയാവാലോ. ഇനി തിരിച്ചു വരാം. മതവിശ്വാസിയായ ഭരണാധികാരി, നിരീശ്വരവാദിയായ ഭരണീയൻ ദുർബലൻ. ഇയാളെ കാരണമില്ലാതെ ഈ ഭരണാധികാരി ദ്രോഹിച്ചു എന്ന് വെക്കൂ. അല്ലെങ്കിൽ കാരണമില്ലാതെ ഈ മതവിശ്വാസിയായ പ്രഭു സാധുവായ നിരീശ്വരവാദിയെ ദ്രോഹിച്ചു എന്ന് വെക്കൂ. അയാൾ എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാൻ കഴിയില്ല? എന്തുകൊണ്ട്? പ്രഭുവിനെതിരെ ചെയ്യാൻ കഴിയില്ല. രാഷ്ട്രം പ്രഭുവിന്റെ കൂടെയാണ്, ലോകം പ്രഭുവിന്റെ കൂടെയാണ്. എങ്കിൽ ജഡ്ജ്മെന്റ് ഉണ്ട്. നിരീശ്വരവാദി തന്നെ, പക്ഷെ നീതിയുണ്ട്. ലോകത്തെ ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഭക്ഷണവും വെള്ളമല്ല, എന്താണ്? നീതിയാണ്. ഈ മനസ്സിലായില്ല. മനുഷ്യന് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും, വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയും. എന്ത് കഴിയില്ല? നീതിയില്ലാതെ ലോകം താറുമാറും. ഇന്ന് ലോകത്തെ മുഴുവനും പ്രശ്നത്തിന്റെ കാരണം നീതി നഷ്ടപ്പെട്ടതാണ്. ഭക്ഷണത്തിനൊന്നും വേണ്ടിയില്ല. ഭക്ഷണം 970-കൾക്ക് ശേഷം ഭക്ഷണം കൂടിയിട്ടുണ്ട്. ഇത്രയൊന്നും ഭക്ഷണം വേണ്ട. ഭക്ഷണം കൂടി, നീതിയില്ലാതെയായി. ഒരു കാലത്ത് ഭക്ഷണമില്ല, നീതിയുണ്ട്, സന്തോഷിച്ചു. ഇന്ന് മനുഷ്യന് ഭക്ഷണം വേണ്ടുവോളമുണ്ട്, നീതി കിട്ടാനില്ല. ചില അധികാരികളുടെയും പ്രഭുക്കളുടെയും കയ്യിൽ നീതി ഞെരിഞ്ഞമർന്നിരിക്കുന്നു. മനുഷ്യർക്ക് നീതി കിട്ടാനില്ല. ചിലപ്പോൾ നീതി കൊടുക്കേണ്ടവൻ മതവിശ്വാസി, നീതി ലഭിക്കേണ്ടത് നിരീശ്വരവാദി. അയാൾക്ക് ഈ ഭൂമിയിൽ നീതി കിട്ടുകയില്ല. എന്നാൽ പിന്നെ ഈ പ്രകൃതി നീതി എന്താ? അതൊന്ന് പറയട്ടെ അവര്. എന്നാൽ യുക്തിവാദി പറ, യുക്തിവാദി നീതി നീ പറയുന്ന പ്രകൃതി നീതി എങ്ങനെയാണ് നടപ്പിലാവുക? നീ പറയുന്ന പ്രകൃതി നീതി എങ്ങനെ നടപ്പിലാവും? സ്വർഗവും നരകവും എന്ന് പറഞ്ഞ് വിശ്വാസികളെ കൊഞ്ഞനം കുത്തുന്ന നിരീശ്വരവാദികൾ ചിന്തിക്കണം. സ്വർഗവും നരകവും പേര് പറഞ്ഞ് സാധുജനങ്ങളായ വിശ്വാസികളെ കൊഞ്ഞനം കുത്തുന്ന യുക്തിവാദികൾ ആലോചിക്കണം. അല്പബുദ്ധിയുണ്ടെങ്കിൽ പോലും ചിന്തിക്കണം. എങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യും? അപ്പോൾ രക്ഷിതാവ് അവനെ പരിചയപ്പെടുത്തിയത് തന്നെ രക്ഷിതാവ് എന്നാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിന്റെ കൽപ്പനകളെയും ശാസനകളെയും സൂക്ഷിക്കുവീൻ. നിങ്ങളെ രക്ഷിതാവിന്റെ കൽപ്പനകളും ശാസനകളും സൂക്ഷിക്കുക. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക. എന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാവും. നോക്കൂ. ഈ കൊറോണ വൈറസ് മനുഷ്യനിർമ്മിതമായി ചില കുബുദ്ധികൾ ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയത്? രണ്ടാമതൊരു കാരണം. ഒന്ന്, ലോകത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു കോടതിയില്ല. രണ്ട്, ഇതിനപ്പുറമുള്ളൊരു നീതിയുടെ ദിവസത്തിൽ അവർക്ക് വിശ്വാസമില്ല. മാസത്തിൽ 100 റിയാൽ ശമ്പളം കിട്ടുന്ന അറേബ്യയിൽ മരുഭൂമിയിൽ പണിയെടുക്കുന്ന ഒരു സാധുവായ ആട്ടിടയനെ ഒരു ക്ലിപ്പിന്റെ അല്പഭാഗം ഈ ആഴ്ച ആരോ എനിക്ക് അയച്ചെന്ന് വൈറലായിട്ടുണ്ട് ലോകം മുഴുവനും. കണ്ടില്ലേ? വളരെ ചിന്തിക്കണം. ഏതോ യാത്രക്കാര് കാറിൽ നിന്ന് വന്നിട്ട് അയാളോട് ഒരാടിനെ ചോദിക്കും. 2000-ഓളം ആടുകളുണ്ട്, ഒരാടിനെ തരുമോ? ഇല്ല. പൈസ തരാം? പൈസ വേണ്ട. എത്ര ശമ്പളം? മാസത്തിൽ 100 റിയാൽ. സുഡാൻ. അപ്പോൾ പറഞ്ഞേ, അതൊക്കെ പിന്നെ
യജമാനൻ നോക്കും 2000 ആളുകളെ കൂട്ടുന്ന ആട് ഒരാട് പോയാ യജമാനെ അറിയോ? അപ്പോൾ പറഞ്ഞേ പറയാൻ എനിക്ക് വഴിയുണ്ട്. എന്ത് വഴിയുണ്ട്? പല വഴിയുണ്ട്. ചെന്നായ പിടിച്ചെന്ന് പറയാം, വലുതും പറയാം. ഒരാട് ആ കൂട്ടത്തിൽ ചത്തുപോയി, ഞാൻ കുഴിച്ചിട്ടു, അങ്ങനെ പറയാം. ചെന്നായ പിടിച്ചെന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ യജമാനോട് പറയാൻ എനിക്ക് വഴിയുണ്ട്. ശമ്പളത്തിനെ പറയാം. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്, അവനോട് പറയാൻ എനിക്ക് വഴിയില്ല. അധികാര കസേരയിൽ ഇരുന്ന് ലോകത്തെ ഭരിക്കുന്നവർക്ക് ഈ സാധുവായ മരുഭൂമിയിൽ അപരിഷ്കൃതനെന്ന് നമ്മൾ വിചാരിച്ച് ആട്ടിടയനായി ജീവിക്കുന്ന മനുഷ്യന്റെ നീതിബോധമില്ല. എന്തേ? അയാൾക്ക് ദിവസത്തെ പേടിയാ. പക്ഷേ യോമൻ, നിങ്ങളൊരു ദിവസത്തെ പേടിക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കയറ്റുന്നതല്ല, നീതിയുടെ വിധി പ്രസ്താവത്തിന് ശേഷമാണ് സ്വർഗം ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ വലിയ പ്രശ്നമാണ്. വേഗം സ്വർഗം കിട്ടില്ല, സ്വർഗത്തിന് മുമ്പ് ദിവസം കഴിയും. ഏതാ ദിവസം? ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിന് ശേഷമല്ലാതെ സ്വർഗമില്ല. അവ നേരെ മുസ്ലിമീങ്ങളൊക്കെ മരിച്ചതിനെ പിറ്റേന്ന് എത്തിച്ചേരുന്ന പ്രതീക്ഷയല്ല സ്വർഗം. അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യക്കാരെ ഒരു കാലം കഴിഞ്ഞാൽ എല്ലാ വയസ്സന്മാരും കൂടി എത്തിച്ചേരുന്നതുമല്ല ഇസ്ലാമിലെ സ്വർഗം. ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും എത്തിച്ചേരുന്ന സ്വർഗത്തെക്കുറിച്ച് ചില ആളുകൾക്കെങ്കിലും ധാരണയുണ്ട്. അതൊന്നല്ല ഇസ്ലാമിലെ സ്വർഗം. വളരെ കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കുകയും അന്ന് പിതാവിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പിതാവിന് തിരിച്ചു ചെയ്തു കൊടുക്കാൻ മക്കൾക്കും കഴിയില്ല. മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പിതാവിനും മാതാവിനും കഴിയില്ല. എന്റെ ജഡ്ജ്മെന്റ് അങ്ങനെയല്ലേ? ഇനി കൊറോണ വൈറസ് മനുഷ്യ നിർബന്ധമാണെന്ന് സങ്കല്പിക്കൂ, അങ്ങനെയാണെന്ന് വെക്കൂ, അങ്ങനെയാവാനുള്ള സാധ്യതയുമുണ്ട്. അവരെയൊക്കെ ഒരു ന്യൂറംബർഗിലെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടി അങ്ങനെ സങ്കല്പിക്കൂ. അങ്ങനെ ഒരു കോടതി ഉണ്ടാവൂല. ഇനി അങ്ങനെ ഉണ്ടായാൽ ഈ വലിയ പണക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ അവരുടെ അച്ഛന്മാരൊക്കെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ അച്ഛനും അമ്മയും വന്നിട്ട് പറഞ്ഞു, വേണ്ട, ഇവരെ തൂക്കണ്ട, ഞങ്ങളെ തൂക്കിക്കൊള്ളുന്നു പറഞ്ഞു. എന്തിനാ അയാൾ? നമ്മൾ അംഗീകരിക്കും ലോകം. എന്തുകൊണ്ട്? അത് കൃത്യമായ ജഡ്ജ്മെന്റ് അല്ലല്ലോ. അതുകൊണ്ട് ഇവിടെയാണ് പ്രശ്നം. അത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് ഇസ്ലാമിനെ ആക്ഷേപിച്ചാലേ നിങ്ങൾക്കൊരു മെയിൻ ശരീരത്തിനൊക്കെ ഒരു സുഖമുള്ളൂ എങ്കിൽ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, അത് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഇസ്ലാമിനെ കൊഞ്ഞനെ കുത്തിയാലേ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ എങ്കിൽ അതിന് മറുപടിയില്ല. അതൊക്കെ നിങ്ങൾ ഇഷ്ടം. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിങ്ങളൊക്കെ മരിച്ചതിനെ പിറ്റേന്ന് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് അങ്ങനെ കയറി പോവുക, വേറുള്ളവരൊക്കെ അങ്ങനെ നരകത്തേക്ക് കയറി പോവുക, അതല്ല ഇസ്ലാം. അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാമിൽ ഒരു കൃത്യമായ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കും. ഒരു നീതിയുടെ വിധി പ്രസ്താവത്തിന്റെ ദിവസമുണ്ട്. അത് നീതിയുടെ ദിവസവുമാണ്. അല്ലാഹു നീതിമാനാണ്. അവന്റെ പേര് തന്നെ അൽ അദ്ലു, നീതി എന്നാണ്. നീതി എല്ലായിടത്തും കർത്തൃനാമത്തിൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചപ്പോൾ, നീതിയുടെ അടുത്തെത്തിയപ്പോൾ ക്രിയാധാതുവിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. റഹ്മാൻ കർത്തൃനാമം, റഹീം കർത്തൃനാമം, അസീസ് കർത്തൃനാമം. മനസ്സിലായില്ലേ? മജീദ് കർത്തൃനാമം. മനസ്സിലായോ? എന്നാൽ റബ്ബ് കർത്തൃനാമം. എന്നാലോ അതിൽ നീതി, അവിടെ കർത്തൃനാമല്ല, ക്രിയാധാതുവാ. എന്തുകൊണ്ട്? അവൻ അത്ര വലിയ നീതിമാനാണ്. അതുകൊണ്ട് യോമൻ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കുകയും നീതിയെ നടക്കൂ. ഇന്നാലിന്ന ആളുകൾക്ക് ഇന്നാലിന്നത് ചെയ്തു കൊടുക്കാം എന്ന് വാഗ്ദത്തമില്ല. ഒന്നുമില്ല. അമ്പിയായിനോ അവരെ പോലെ കഷ്ടപ്പെട്ടവർ ഭൂമിയിലില്ല. അവരോട് കാണിക്കുന്ന നീതി നേരത്തെ പറഞ്ഞേ ഉള്ളൂ. അമ്പിയാക്കൾക്കൊക്കെ സ്വർഗം നേരത്തെ തന്നെ ഉറപ്പല്ലേ? എന്തുകൊണ്ട്? അമ്പിയാക്കൾക്കൊക്കെ സ്വർഗം നേരത്തെ തന്നെ ഉറപ്പല്ലേ? എന്തുകൊണ്ട്?
റാങ്ക് ഹോൾഡറായ ഒരു കുട്ടി ജയിക്കുമെന്ന് സ്ഥാപനത്തിന് ഉറപ്പുണ്ടാവുന്നത് തെറ്റുണ്ട്. മനസ്സിലായില്ല? ഇവരുറപ്പിച്ചതുകൊണ്ടാണ് ആ കുട്ടി ജയിച്ച അല്ലല്ലോ. റാങ്ക് ഹോൾഡറായ കുട്ടി ജയിക്കുമെന്ന് സ്ഥാപനത്തിൽ പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത്? റാങ്ക് ഹോൾഡറായ കുട്ടിക്ക് അടുത്ത സ്ഥാപനത്തിൽ അഡ്മിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് തെറ്റല്ലല്ലോ. അങ്ങനെ കുറച്ചാളുകൾക്ക് എന്താ അങ്ങനെ കുന്തങ്ങ വിട്ടിണത്? അങ്ങനെയില്ല. എന്തുകൊണ്ട്? അവരെ അധ്വാനം കണ്ടപ്പോൾ തന്നെ ഉറപ്പല്ലേ അവർ കഷ്ടപ്പെടുന്നുണ്ട്. നീതിയുണ്ട്, അവർക്ക് ധർമ്മമുണ്ട്, സത്യമുണ്ട്, സഹാനുഭൂതിയുണ്ട്, സാധുക്കളോട് വാത്സല്യമുണ്ട്, അതനുസരിച്ച് പ്രവർത്തനമുണ്ട്. അവരവരുടെ സ്വകാര്യ താല്പര്യങ്ങളെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വർജിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ജഡ്ജ്മെന്റ് ഇല്ലാതുണ്ടാവില്ല. ആ ദിവസം ഇസ്ലാമിലെ എന്നാൽ അതാ ഒരു വിഭാഗം, അവർക്ക് പണ്ഡിതന്മാര്, അവർക്കൊക്കെ സ്വർഗം, സാധാരണക്കാര് അവരൊക്കെ വിചാരണ, മൂല്യന്മാര് അവരൊക്കെ നേരത്തെ തന്നെ പോവുക. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആലിമികളൊക്കെ നേരത്തെ സ്വർഗത്തിലെത്തുക, അത് തലക്കെട്ടിന്റെ വലിപ്പത്തിനനുസരിച്ച്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തലക്കെട്ടിനെ കട്ടിക്കൂട്ടുന്ന ഒരു കാലമാണ് പുതിയ കാലം. ഒരു പുതിയ കാലം വന്നിട്ടുണ്ട്. ഓരോരുത്തരും തലക്കെട്ടിന്റെ കട്ടിക്കൂട്ടാൻ വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന, അങ്ങനെ തലച്ചോറിന് തന്നെ വലിയ തലവേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ തലക്കെട്ടിന്റെ ഭാരം. അങ്ങനെ തലക്കെട്ടുകളൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. തെറ്റാണെന്ന് എനിക്കറിയില്ല, ശരിയാണെന്ന് അത്രയും അറിയില്ല. അതൊന്നും കണക്കല്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് കുറച്ച് തലക്കെട്ടിന്റെ ഭാരം കൂട്ടിയാൽ മതി. അതൊക്കെ ഫോട്ടോയിൽ ചുരുക്കുണ്ടാവുന്നതല്ലേ, നാട്ടുകാർക്ക് ചുരുക്കുണ്ടാവുന്നതല്ലാതെ നീതിക്കതൊന്നും മാനദണ്ഡല്ല, ജഡ്ജ്മെന്റിന് മാനദണ്ഡല്ല. തലമുറക്കൽ സുന്നത്താണ്, അതിന് ഗുണം അവൻ തന്നെയാണ്. തലക്കെട്ടലും സുന്നത്തന് അതിനും കൂലിയുണ്ടാവും. അതൊന്നും സ്വർഗനരകങ്ങളുടെ മാനദണ്ഡമല്ല. ഒരു വേഷഭൂഷാദിയും സ്വർഗനരകങ്ങളുടെ മാനദണ്ഡമല്ല. പണ്ഡിതന്മാർക്കൊക്കെ സ്വർഗം, സാധാരണക്കാരുടെ വിചാരിയും അങ്ങനെയില്ല. തങ്ങന്മാർക്കൊക്കെ സ്വർഗം, സാധാരണക്കാരുടെ വിചാരണയും അങ്ങനെയില്ല. ഫാത്തിമ, നിന്നെ സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടാൻ താൻ എനിക്ക് കഴിയില്ല, നീ നിന്റെ കാര്യം സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നീതിമാനാണ്, ഞാനും നീതിമാനാണ്. അവിടുത്തെ നീതി അള്ളാഹ് നടപ്പിലാക്കും, ഇവിടുത്തെ നീതി ഞാൻ. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. ഈ ഫാത്തിമ, ഈ മുഹമ്മദിന്റെ പുത്രിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും ലഖതഅതു യദഹാ, ദുനിയാവിൽ ഞാൻ നീതി നടപ്പിലാക്കി കൈ മുറിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മോൾ ഫാത്തിമ കെട്ടാലും നീതി ഞാൻ നടപ്പിലാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ അപ്പൊ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഫാത്തിമാവിന്റെ പേരെ കുട്ടികളല്ലേ തങ്ങന്മാർക്ക് കാറ്റഗറി, അവർക്ക് വിചാരം ഉണ്ടാവില്ല, വേറെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊരു ദിവസത്തെ നിങ്ങളൊരു ദിവസത്തെ പേടിക്കും. അതായത് ഇത് ചിന്തിക്കുക. ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്ത് മുസ്ലിങ്ങളൊക്കെ സ്വർഗത്തിലാണ്, ബാക്കിയുള്ളവരൊക്കെ പോക്കാണ് എന്നാണ് വിശ്വാസം. എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇസ്ലാമിൽ അങ്ങനത്തെ വിശ്വാസം, ഇസ്ലാമിന്റെ വിശ്വാസം എന്താ? ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ്? ആരൊക്കെ ആരെങ്കിലും നന്മ മുൻതൂക്കമായോ അവർ ജയിക്കും, ആരെങ്കിലും നന്മ ഇല്ലാത്തവരാണോ അവർ പരാജയപ്പെടും. എന്തുകൊണ്ട്? അത് ജഡ്ജ്മെന്റ് ദിവസമാണ്. അന്ന് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പിതാവിനോ പുത്രിക്കോ, പിതാവിന് ചെയ്തു കൊടുക്കാൻ പുത്രന് പുത്രിക്ക് കഴിയില്ല, തിരിച്ചും കഴിയില്ല. ഈ ആയത്തിനെ ബഹുമാനപ്പെട്ട സാഹിബുൽ ഫൈൽ ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങൾ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഫീരിയാദ് തഫ്സീരിൽ പറയുന്ന വ്യാഖ്യാനം ഞാൻ അല്പം ഒന്ന് വായിക്കാം. മുസ്ലിമാണ്, മുസ്ലിമല്ല, അങ്ങനത്തെ നോട്ടൊന്നും അന്നത്തെ ദിവസം ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് സ്വർഗത്തിലാക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ വിചാരണ, അങ്ങനെയൊന്നുമില്ല. മുസ്ലിങ്ങളായതുകൊണ്ട് ഒറ്റയടിക്കാണ് സ്വർഗത്തിൽ പോവുക, അങ്ങനെയില്ല.
ഒരാൾ വിശ്വാസത്തിലോ കർമ്മത്തിലോ കാണിച്ച നന്മ, ആ നന്മയാണ് മാനദണ്ഡം. അതിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ചെയ്തു കൊടുക്കാനോട്ട് കഴിയുകയും ഇല്ല. സാഹിബുൽ ഫൈൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങൾ പറഞ്ഞ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. യൗമൽ ഖിയാമ, നിങ്ങൾ അന്ത്യനാളിനെ ഇതാക്കാന യൗമുൽ ഖിയാമ, അന്ത്യനാളായി കഴിഞ്ഞാൽ ഇലൽ വലദി, ഉമ്മ മകനെ സമീപിക്കും, മകളെ സമീപിക്കും, പുത്രനെ സമീപിക്കും, പുത്രിയെ സമീപിക്കും. എന്നിട്ട് പറയും, യാ പുനയ്യ, കുഞ്ഞുമോനെ, അത് അലിംത മക്കാനത്തി മിൻക, നിന്നെ ഞാൻ നിനക്ക് നിന്റെ അടുക്കൽ നിനക്കുള്ള സ്ഥാനം നിനക്കറിയാമല്ലോ, നിനക്കറിയാലോ. കുൻത ഫീ ബത്നി, നീ എന്റെ വയറ്റിലായിരുന്നു. മഹ്ശറിൽ വെച്ചിട്ട് ആര് പറയും? ഉമ്മ ആരോട് പറയും? മോനോട് പറയും. കുൻത ഫീ ബത്നി, മോനെ നീ എന്റെ വയറ്റിലായിരുന്നു. വതനാമു ഫീ റിയായതി വതതവസ്സദു കബ്ദി, നീ എന്റെ കരളും തലയണയാക്കി വെച്ച് എന്റെ വയറ്റിനുള്ളിൽ കിടക്കുകയായിരുന്നു. നിന്റെ തലയണ എന്ന് പറഞ്ഞാൽ എന്റെ കരളായിരുന്നു. എന്റെ കരളും തലയണ വെച്ച് നീ കിടന്നുറങ്ങിയിരുന്നു. എന്റെ പൂർണ്ണമായ സംരക്ഷണത്തിലായിരുന്നു നീ എന്റെ വയറ്റിന്റെ ഉള്ളിൽ. ഞാൻ ചെയ്തില്ലേ? 9 മാസം ഞാൻ നിനക്ക് എന്ത് ചെയ്തു? തലയണാക്കി തന്നില്ലേ എന്റെ കരള്? ഞാൻ എന്നെ വയറ്റിൽ ഏറ്റിയില്ലേ? 9 മാസം. 2 കൊല്ലം നിന്റെ ചെലവ് മുഴുവനും എന്റെ പെടയായിരുന്നു. ഇവിടുന്നാണ് ഭക്ഷണം കഴിച്ചത് 2 കൊല്ലം. പിന്നെ ഞാൻ അത് ചെയ്ത്, ഞാൻ ഇത് ചെയ്ത്, നിന്റെ കാട്ടം ഞാൻ വാരി, നിന്റെ മൂത്രം ഞാൻ വാരി, നിനക്ക് വേണ്ടി ഞാൻ എത്രയോ രാത്രി വർക്കൊഴിച്ച് എല്ലാം ചെയ്തില്ലേ? മകൻ പറയും, ഉമ്മ എനിക്കതൊക്കെ അറിയാം, ആ കണ്ടിട്ട് ചെയ്ത് ശരിയാണ്, ഞാൻ അറിയും, അതൊക്കെ ഞാൻ അറിയാം. അപ്പോൾ തഖൂൽ, ഉമ്മ പറയും, ഉമ്മ പറയും, ഒരു നന്മ എനിക്ക് കുറവുണ്ട്, എന്റെ മീസാൻ ഒന്നാണ് പൊങ്ങാൻ, ഒരു നന്മ മതി. തൻഖുസ്നി, എനിക്ക് കുറവുണ്ട്. ഹസനത്തുൻ വാഹിദ, മോനെ ഞാൻ നിന്നെ ഇവിടെ എത്തിയില്ലേ 9 മാസം, നീ എന്റെ കരളം തലപ്പിച്ച് കിടന്നുറങ്ങിയില്ലേ 9 മാസം, പിന്നെ പുറത്തു വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ട് ഞാൻ നിന്നെ പ്രസവിച്ചില്ലേ, പിന്നെ ഞാൻ നിന്നെ 2 കൊല്ലം എൻ്റെ ഈ നെഞ്ചിൽ നിന്ന് ഭക്ഷണം തന്നില്ലേ, എൻ്റെ ചോര പാലായതല്ലേ നീ 2 കൊല്ലം കുടിച്ചത്, പിന്നെ കാഷ്ടം ഞാൻ വാരിയില്ലേ, മൂത്രം വാരിയില്ലേ, പിന്നെ ഞാൻ എന്തൊക്കെ നിനക്ക് വേണ്ടി സഹിച്ചില്ലേ, ഒക്കെ ഒഴിവാക്കിയില്ലേ. അറിയാം ഉമ്മ. അതുകൊണ്ട് മോനെ, തൻഖുസ്നി ഹസനത്തുൻ വാഹിദ, എനിക്കൊരു നന്മ കുറവുണ്ട്. ആ നന്മ എനിക്ക് കിട്ടിയാൽ അദ്ഖുലുൽ ജന്ന. ഈ മുസ്ലിമായ ഉമ്മാരോട് പറയും, മോനോട് പറയും, ഇസ്ലാമിലെ ജഡ്ജ്മെന്റിനെ പറ്റി ചിന്തിക്കണം. അല്ലാതെ മുസ്ലിങ്ങളെല്ലാവരും സ്വർഗത്തിലോട്ട് പോവുക, ബാക്കിയുള്ളവരും നരകത്തിൽ പോവുക, അതല്ല ഇസ്ലാം. ഈ മുസ്ലിമായ ഉമ്മ മുസ്ലിമായ മോനോട് പറയും, മനസ്സിലായില്ലേ മോനെ, എനിക്കൊരു നന്മ കുറവുണ്ട്, ഒന്ന് തന്നൂടെ? അപ്പോൾ അത് എനിക്ക് കിട്ടിയാൽ അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അഅ്തിനി വാഹിദ, നിന്റെ നന്മയിൽ നിന്ന് ഞാൻ ഇതൊക്കെ ചെയ്തെന്നില്ലേ മോനെ, അഅ്തിനി വാഹിദ, നിന്റെ നന്മയുടെ അവണയിൽ നിന്ന്, നിന്റെ നന്മയുടെ പാത്രത്തിൽ നിന്ന്, കിതാബിൽ നിന്ന് ഒന്ന് എന്റെ കിതാബിലേക്ക് നീക്കിക്കൂടെ? ഇവിടെയാണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് പൈസ ഉണ്ട്, എനിക്ക് പൈസ കുറവുണ്ട്, അപ്പൊ എന്ത് ചെയ്തു? കുറച്ച് പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ ഗൂഗിൾ പേ വിട്ടു ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക്. അതിപ്പോ തരാലോ ഉസ്താദെ, മൊബൈലിൽ നിന്ന് ഇങ്ങനെ അടിച്ചാൽ 1000 രൂപ. ഉസ്താദിന് 1000. അതിവിടെ നടക്കും. അവിടെയോ ആ കിതാബിന് ഒരു നന്മ വെട്ടിയിട്ട് എന്റെ കിതാബിൽ എഴുതിയാല് ഞാൻ എന്റെ തൂക്കം മുൻതൂക്കമാക്കും. മോനെ ഉമ്മല്ലേ 9 മാസം എത്തിയില്ലേ? അപ്പോൾ ഞാൻ മോൻ പറയും, യാ ഉമ്മ, ഇതാ അന അഅതൈതുകി ഹാദാ ഫമൻ യുകമ്മിലു ലി അനാ.
ഇതാണ് ആഴ്ത്തൂക്കി. ആ നന്മ ഞാൻ നിങ്ങൾക്ക് തന്നാല് എനിക്കാര് പൂർത്തിയാക്കി തരും? ഞാൻ പല്ലി വെച്ചാറില്ല, അത് വേണം വെട്ടിയാണ് ഗൂഗിൾ പേ. എന്റെ നന്മയെന്ന് ഒരു നന്മകളെ കിതാബിലേക്ക് മാറ്റിയേറ്റാൻ വേണ്ടി മലക്കിന്റെ ലെക്ചറിൽ പോയി മലക്കുകളെ ഓഫീസിൽ പോയി പറഞ്ഞിട്ട് അത് ഇവിടെ വെട്ടിട്ട് അപ്പുറത്തേക്ക് എഴുതി അമ്മ കൊടുക്കുക. അവ മകൻ പറയും നടക്കൂല നടക്കൂല, അത് നടക്കൂല. ഇതാണ് മുസ്ലിമായ ഉമ്മയുടെയും മുസ്ലിമായ മകന്റെയും ജഡ്ജ്മെന്റിന്റെ ചിത്രം. പിന്നെന്താ ഇസ്ലാമില് മുസ്ലിങ്ങളൊക്കെ സ്വർഗത്ത് പോവാം, ബാക്കിയുള്ളവരൊക്കെ ആരേത് പറഞ്ഞത്?